അപ്പോൾ ഇവിടെ 1v3 തുടങ്ങി അവിടെ. കാരണം ഞാൻ ഒറ്റയ്ക്കാണ്ട് എനിക്ക് ത്രോ എടുക്കാമല്ലോ. നല്ലൊരു സ്കില്ല് കൊണ്ട് ഞാൻ ബോൾ നൈസ് ആൻഡ് ഗോൾ. അപ്പം അഭിജിത്ത് ലോങ് ബോൾ ആരുടെ ലോങ് ബോൾ എൻ്റെ കിട്ടിയിരിക്കുന്നു. ഞാൻ അങ്ങനെ കയറിപ്പോയാൻ ഗോൾ ആയിട്ടോ. എബിച്ചെന്നത് കിട്ടി. പക്ഷെ ഞാൻ ആ ബോൾ പിടിച്ചെടുത്ത്. ആൻഡ് മൈ ഗോഡ്, എന്താണ് തന്നെ കാണിക്കുന്നത്? ഷോട്ട് ഓഫ് ദി ഗോഡ്. എം ലുക്ക് മാനുവൽ ജസ്റ്റ് കിട്ടി. അങ്ങനെ ഞാൻ എൻ്റെ വീണ്ടും ബോളും കൊണ്ടുപോയി. എൻ്റെ പൊണ്ണ അവനവിടെ ഭയങ്കര ബോഡി ഇട്ട് കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അഭിജിത്ത് സേവ് ചെയ്തു. അങ്ങനെ എന്നെ തന്നെയാണ് ബോൾ എന്നെ വിട്ടു പോകുന്നില്ല. അല്ല, ഞാൻ എൻ്റെ ബോളിനെ വിട്ടു പോകുന്നില്ല. നൈസ് ഏതാ നൈസ്, നല്ലൊരു ബോഡി ഫേക്ക് ആൻഡ് യെറ്റ് അഗെയിൻ ആൻഡ് ഗോൾ. 5-1. എനിക്ക് ത്രോ കൊണ്ട് ഞാൻ അടുത്ത് സത്യം പറഞ്ഞ. പക്ഷേ എനിക്ക് ഗോൾ അടിച്ചാൽ പോരെ. അങ്ങനെ ഷോട്ട് ഗോൾ. 6-1. ചോപ്പ് ആൻഡ് ഗോ ഷോ. അവർക്ക് ത്രോ അല്ലേ ഗോൾ ആ ബോളും കൊണ്ട് അടിച്ചത്. നോ പ്രോബ്ലം. സ്റ്റിൽ വിത്ത് എം ലുക്ക് മാനുവൽ ഗോട്ടെന്ന് സ്വയം വിചാരിക്കുന്നവൻ. ആൻഡ് ഷോട്ട്. ഒന്നും വലുതായിട്ട് സംഭവിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു വന്നോണ്ടിരുന്നപ്പോൾ ഊപ്സ് ഓ മൈ ഗോഡ് ചെയ്യാൻ പോകുന്നത്. അഭിജിത്തിനെ ഞാൻ ഉറക്കത്തിലേക്ക് വിട്ടിരിക്കുന്നു. ആൻഡ് ഗോൾ. ഓൾ റൈറ്റ്, ഞാനാണ് ബോൾ കൊണ്ട് ഞാൻ പ്രൈം എംനിൽ. വൗ സിമ്പിൾ. മാനുവൽ ഓ മൈ ഗോഡ്. ആൻഡ് ടോമിനെ എങ്ങനെ ഞാൻ മാറ്റുന്നത്? കളഞ്ഞില്ലല്ലോ. അങ്ങനെ ഞാൻ ആ ബോളും കൊണ്ട് എബിച്ചനെ ഓടുന്നു. ഞാൻ മുമ്പ് കയറിയത് അവനെ ഡിഫെൻഡ് ചെയ്യുന്നു. നൈസ്. എബിച്ചനെ ഞാൻ മാറ്റി. വീണ്ടും ഒരു ബോഡി ഫേക്കിലോട്ട് അവനെ മാറി കിടന്നു. ബോഡി ഫേക്ക് മെസ്സിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഇല്ല, എബിച്ചനെ ആ ബോൾ എനിക്ക് തന്നല്ലോ. ഇപ്പം വീണേ അവനെ ഞാൻ ഫേക്ക് ഇടാൻ നോക്കി. ടോം ഫേക്ക് ആയില്ല. അൻഷോട്ട്. അങ്ങനെ ഞാൻ ടോം അടുത്ത നോർത്തപ്പത്തെ അവൻ കുത്തി കയറാൻ വരുന്നു. നൈസ് ആൻഡ് ഗോൾ. അങ്ങനെ ഗോളെ ഞാൻ അഭ്യർത്ഥിക്കുന്നതെന്ന് പറയുന്നത് നല്ല വാക്കല്ലേ? യെസ്, അതേന്ന് തോന്നുന്നു. പറഞ്ഞു അവന് മനസ്സിലായി എന്ന് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ ആ ബോൾ തന്നെയാണ് ബോൾ. ഈ ബോൾ എപ്പോഴും എന്നെ തന്നെ തേടിയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. എന്നിട്ട് അവന്മാർ എനിക്ക് ബോൾ കൊണ്ട്